CMR Exalogic സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ ടിയുടെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ ഇഡി HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. വീണയ്ക്ക് ഇഡി ഉടൻ സമൻസ് അയക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആജ്ഞ, 4 ജില്ലകൾ 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡ് ഇതെല്ലാം കണ്ടതാണ്. ഇപ്പോൾ ഇഡി ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. ഇഡി വീണയുടെ ലോക്കർ പരിശോധിക്കാൻ തയ്യാറാകുന്നു. ഉടൻ സമൻസ് അയക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇഡിയുടെ പിന്നോട്ട് പോക്കില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെയാണ് ഹരികൃഷ്ണൻ മനസ്സിലാവുന്നത്. ഇഡിയുടെ നീക്കത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെ തുടർന്ന് അടിയന്തരമായ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുന്ന നീക്കമായിരുന്നു. അതായത് ഹൈക്കോടതി അന്വേഷണം തുടരട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അത് അടിയന്തരമായി തന്നെ അത്തരത്തിലുള്ള അന്വേഷണം വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഹരി സൂചിപ്പിച്ചതുപോലെ ഈ റെയ്ഡിന്റെ ഭാഗമായി ഉണ്ടായ ചോദ്യം ചെയ്യൽ മാത്രമേ വീണയോട് ഇതുവരെ ഇഡി നടത്തിയിട്ടുള്ളൂ. അതേസമയം തന്നെ പിടിച്ചെടുത്തുള്ള ഡിജിറ്റൽ തെളിവുകൾക്കൊപ്പം ഡിജിറ്റൽ സാമഗ്രികൾക്കൊപ്പം വീണയുടെ ഫോണുണ്ട് എന്ന് ഇഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണയുടെ സാമീപ്യത്തിലാണോ ഫോൺ പരിശോധിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വീണയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ സമൻസയ്ക്ക് വിശദമായി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ്. ഈ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ SFIOയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇഡി ഇടപെടൽ നടത്തിയിരുന്നു. ആ സമയത്ത് ഇവർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIOയുടെ അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം അതായത് സമർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഇഡി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇഡിക്ക് ഒരു കേസിൽ ഇടപെടാൻ FIR വേണം. ഒരു FIR രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമേ ഇഡിക്ക് അതിന്റെ ആ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഡി സമാന്തരമായ മറ്റൊരു അന്വേഷണം നടത്താൻ ഇഡിക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം ഇടപെടലുകൾ നേരത്തെ തന്നെ ഇഡി തുടങ്ങി വെച്ചിരുന്നെങ്കിലും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇഡി കടന്നിരുന്നെങ്കിലും അത് ആ സമയത്ത് നടന്നിരുന്നില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. അതേസമയം SFIO ഈ കുറ്റപത്രം എന്ന് പറയുന്നത് SFIOയുടെ കുറ്റപത്രം അഥവാ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് SFIOയുടെ ടെക്നിക്കൽ ടൈം. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഓൾറെഡി SFIO സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഈ ചാർജ് ഷീറ്റിൽ പറയുന്നതനുസരിച്ചിട്ട് വീണ PMLA പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണോ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ നടത്തിയിട്ടുള്ള കേസുകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള പണം അതല്ലേ പരിശോധനയിൽ വന്നിട്ടുള്ള പണം അതുപോലെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണ്. അതുപോലെ വീണയുടെ 1.5 ലക്ഷത്തിന്റെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് HDFCയുടെ ലോക്കർ ഉള്ള അതേ അക്കൗണ്ട് തന്നെയാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ഇഡി ഉള്ളത്. എന്തായാലും വീണയ്ക്ക് അടിയന്തരമായി സമൻസ് അയക്കും. മറ്റ് ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത, മകൻ ശരൺ കർത്ത തുടങ്ങിയവരെയൊക്കെ ഇഡി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഇഡി എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ എത്തിയിരിക്കുന്ന ഹർജി തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. ഹരി, വീണയ്ക്ക് ഉടൻ തന്നെ ഇഡി സമൻസ് അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇഡി ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇഡി സമൻസ് അയക്കും. ലോക്കർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.